ബഡ്ജറ്റിൽ ഞാൻ നോക്കിക്കാണുന്നത് പ്രത്യേകമായിട്ടും ഈ ഡയറക്ട് ടാക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതിൽ എനിക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒബ്ജക്ഷൻ എന്ന് പറയുന്നത് ഡയറക്ട് ടാക്സിന്റെ ആവശ്യമുണ്ടോ എന്നാണ്. എന്തിനാണ് ഇന്ത്യയിൽ ഡയറക്ട് ടാക്സ്? എന്തിനാണ് നമ്മൾ ഇൻകം ടാക്സ് കൊടുക്കുന്നത്? ഇപ്പൊ സ്റ്റുഡിയോയിൽ ഇരിക്കുന്ന നിങ്ങളടക്കം ഞാനും 25 കൊല്ലം ഇൻകം ടാക്സ് കൊടുത്തൊരു വ്യക്തിയാണ്. എന്തിനാണ് നമ്മൾ ഇൻകം ടാക്സ് കൊടുക്കുന്നത്? ഈ ഇൻകം ടാക്സ് അല്ലെങ്കിൽ ഡയറക്ട് ടാക്സിൽ വരുന്നത് ഇൻകം ടാക്സ്, സ്വത്ത്, വെൽത്ത് ടാക്സ് തുടങ്ങിയ നികുതികളാണ്. ഇത് മൊത്തം അബോളിഷ് ചെയ്തുകൂടെ? ഡയറക്ട് ടാക്സ് തന്നെ അബോളിഷ് ചെയ്തുകൂടെ എന്നാണ് എന്റെ ചോദ്യം. ഈ ഡയറക്ട് ടാക്സ് എന്നാണ് പറഞ്ഞത് എന്താ പറയുക, വിദേശ ശക്തികൾ ഇന്ത്യ ഭരിക്കുന്ന സമയത്ത് കൊണ്ടുവന്നാണ്. ഇവിടുത്തെ സമ്പന്ന വർഗം സ്വാതന്ത്ര്യ സമരത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ സ്വാതന്ത്ര്യ സമരത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സമ്പന്ന വർഗത്തിനെതിരായിട്ട് കൊണ്ടുവന്ന ടാക്സാണ് ഡയറക്ട് ടാക്സുകൾ. ഈ ഡയറക്ട് ടാക്സുകൾ ഇന്ന് നമ്മൾ ജീവിക്കുന്ന അമൃതകാലത്തും, അതായത് സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും വർഷങ്ങളായിട്ടും ഈ ഡയറക്ട് ടാക്സ് എടുത്തു കളയാനായിട്ട് ഒരു ഗവൺമെന്റും തയ്യാറായിട്ടില്ല. ഡയറക്ട് ടാക്സ് എടുത്തു കളയുമ്പോൾ മാത്രമേ ഇന്ത്യക്ക് മുന്നോട്ട് പോകാൻ സാധിക്കൂ. അല്ലാതെ ഇന്നിപ്പോ നമ്മുടെ എന്താ വാർത്ത? ഇന്നത്തെ വാർത്ത എന്ന് പറയുന്നത് 12 ലക്ഷം നികുതി ഇതര നികുതി കൊടുക്കാതെ 12 ലക്ഷം വരെ ആദായ നികുതി ഉയർത്തി. ഇത് ഇത്ര വലിയ വാർത്തയാണ്. ഡയറക്ട് ടാക്സ് എടുത്തു കളയൂ. എന്തിനാണ് നിങ്ങൾ 12 ലക്ഷം കൊടുക്കുന്നത്? 12 ലക്ഷം കൊടുക്കണ്ടേ? നിങ്ങൾ ചെയ്യേണ്ടത് ഇൻകം ടാക്സ് എന്നതും വെൽത്ത് ടാക്സ്, അതായത് ഈ രാജ്യത്ത് ഒരു പൗരൻ ആദായം ഉണ്ടാക്കുന്നത് എന്തിനാ? ഈ രാജ്യത്തിന് വേണ്ടിയാ. സ്വത്ത് ഉണ്ടാക്കുന്നത്, സമ്പാദിക്കുന്നത് എന്തിനാ? ഈ രാജ്യത്തിന് വേണ്ടിയാ. അപ്പൊ സ്വത്ത് സമ്പാദിക്കാനും ആദായം ഉണ്ടാക്കിയാലും അത് ഈ രാജ്യത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ രാജ്യത്തിന് വേണ്ടി ചെയ്യുന്നതിന് ഒരു വിദേശ ശക്തികൾ അടിച്ചേൽപ്പിക്കപ്പെട്ട ഡയറക്ട് ടാക്സ് ഇന്നും ഈ അമൃതകാലത്തും എന്തിനാണ് കണ്ടിന്യൂ ചെയ്യുന്നത്? അതിന് ഉത്തരം കിട്ടിയതിനു ശേഷം നമുക്ക് അടുത്ത ചെയ്തിട്ടില്ല.